പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ കാട്ടാന വീട്ടുവളപ്പിലെ വാഴയും കവുങ്ങുകളും ചക്കയും നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാന നാശം വിതച്ചത്. ഈ ഭാഗത്ത് നേരത്തെ കാട്ടാന ശല്യം രൂക്ഷമാണ്, പിന്നീട് കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷം കാട്ടാനകൾ എത്തിയത് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ വനം വകുപ്പ് പരിഹരിക്കണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വകുപ്പ് ഉദ്യോഗസ്ഥർ കോവിലകത്തുമുറി കർഷക സംഘം സെക്രട്ടറി ഉമ്മഴി രവീന്ദ്രൻ, ഷൻഗീത് കോവിലകത്തുമുറി CDS വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നമ്മുടെ കോവിലകത്തുമുറി മേഖലയിൽ ഒരുപാട് കാലത്തിന് ശേഷം ഇന്നലെ രാത്രി നമ്മളെ ശ്മശാനത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ആന കയറി നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്. അത് ഹാങ്ങിങ് ഫെൻസിങ് നിലവിൽ ഇവിടെ ഉണ്ട്. ആ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ആന ഇവിടെ കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഭീതി പരത്തുന്ന കാര്യമാണ്. കാരണം ഇത്രയും തിങ്ങി ജനങ്ങൾ വസിക്കുന്ന ഈ മേഖലയിൽ ആനകൾ വീണ്ടും വരാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. എന്തായാലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പ് കടവിലും അതുപോലെ തന്നെ നമ്മളെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് പുഴയിലുമായിട്ട് എന്നും ആനയെ കാണാറുണ്ട് എന്നുള്ള വിവരം, ഏകദേശം 4-5 ആനകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു. നമ്മളെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഷട്ടർ താത്തുമ്പോൾ ഇവിടെ വലിയ കാൽപാദങ്ങൾ, പുലിയുടേതായ രീതിയിലുള്ള കാൽപാദങ്ങൾ കണ്ടിട്ടുണ്ട്. അതും നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ വന്നിട്ടില്ല. ഇതിവിടെ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്, അത് കറക്റ്റാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഹാങ്ങിങ് ഫെൻസിങ്ങിന് യാതൊരു പ്രശ്നവുമില്ല, എങ്ങനെ ആന കയറി എന്നുള്ളത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഇനി ഇവിടെ നമ്മളെ പെട്രോളിങ് ശക്തമാക്കണം. ജനവാസ മേഖലയാണ്. ആളുകൾ രാത്രിയും പകലും ഏതു നേരവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളതാണ്. ക്യാമ്പ് ഇവിടെ അടുത്താണ്, പോലീസ് ക്യാമ്പ് ഇവിടെ അടുത്താണ്. അവിടെയൊക്കെ 300ഓളം ആളുകൾ അവിടെ ട്രെയിനുകളായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.